എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യാത്രാവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വയനാടിന്റെ പച്ചപ്പിൽ ഒളിപ്പിച്ചുവെച്ച ഒരു അത്ഭുതത്തിലേക്കാണ്. അതാണ് കുറുവ ദ്വീപ്. കബനി നദി രണ്ടായി പിരിഞ്ഞ് ഒഴുകി ഒടുവിൽ ഒന്നായി ചേരുന്നിടത്ത് രൂപപ്പെട്ട ഈ മനോഹരമായ ദ്വീപ് സമുച്ചയം പ്രകൃതിയുടെ ഒരു വലിയ വിരുന്നു തന്നെയാണ്. ചങ്ങാടം നീങ്ങുന്ന ദൃശ്യങ്ങൾക്കൊപ്പം നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് തന്നെ കബനിയുടെ ഓളങ്ങൾക്കപ്പുറമുള്ള ആ മുളച്ചങ്ങാടത്തിലൂടെയാണ്. തുഴക്കാരന്റെ ഓരോ തുഴച്ചിലിലും ശാന്തമായ ആ നദിയിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ ലഭിക്കുന്ന കുളിർമ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളം അടിത്തട്ടിലെ മീനുകളെയും കല്ലുകളെയും വരെ നമുക്ക് വ്യക്തമായി കാണാം. കാടിന്റെയും മരങ്ങളുടെയും ദൃശ്യങ്ങൾക്കൊപ്പം ചങ്ങാടമിറങ്ങി ദ്വീപിനുള്ളിലേക്ക് കടന്നാൽ പിന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വന്യമായ പച്ചപ്പാണ്. തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മുളങ്കാടുകളും ആകാശത്തെ മറയ്ക്കുന്ന തണൽ വിരിപ്പുകളും. ഈ കാടിനുള്ളിൽ നടക്കുമ്പോൾ പെയ്യുന്ന വെളിച്ചം മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്നത് കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. നദിക്കരയിലെ വേരുകളുടെ ദൃശ്യങ്ങൾക്കൊപ്പം നദീതീരത്തെ മരങ്ങൾ നോക്കൂ. വർഷങ്ങളായി നദിയിൽ കുളിച്ചു നിൽക്കുന്ന ആ മരങ്ങളുടെ വേരുകൾ വെള്ളത്തിനു മുകളിൽ ഒരു ശൃംഖല പോലെ പിണഞ്ഞുകിടക്കുകയാണ്. പ്രകൃതി തീർത്ത വലിയൊരു കലാസൃഷ്ടി പോലെ തോന്നും നമുക്കിത് കാണുമ്പോൾ. ശാന്തമായ നദി, നിഗൂഢമായ കാട്, ആനന്ദം നൽകുന്ന ചങ്ങാടയാത്ര. നമുക്കൊട്ടും വൈകണ്ട കുറുവയുടെ ഈ ഹരിതഭംഗിയിലേക്ക് ആഴ്ന്നിറങ്ങാം. വരിക, നമുക്കൊരുമിച്ച് കാണാം. കേരളത്തിലെ വയനാട് ജില്ലയിലുള്ള പ്രകൃതിയുടെ ഒരു പച്ചപ്പരപ്പാണ് കുറുവ ദ്വീപ്. കബനി നദിയിലെ കൈവഴികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏകദേശം 950 ഏക്കറോളം വരുന്ന നിത്യഹരിത വനപ്രദേശമാണിത്. വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ ദ്വീപിന്റെ സവിശേഷതകൾ, പ്രധാന ആകർഷണങ്ങൾ. ദ്വീപുകളുടെ കൂട്ടം. സത്യത്തിൽ ഇതൊരു ഒറ്റ ദ്വീപല്ല, മറിച്ച് കബനി നദിയിലെ ചെറുതും വലുതുമായ 150ഓളം ദ്വീപുകളുടെ ഒരു കൂട്ടമാണിത്. ഇതിൽ 3 പ്രധാന ദ്വീപുകളാണുള്ളത്. അപൂർവമായ ജൈവവൈവിധ്യം, ഓർക്കിഡുകൾ, ഔഷധസസ്യങ്ങൾ, വൈവിധ്യമാർന്ന പക്ഷികൾ, ചിത്രശലഭങ്ങൾ എന്നിവയുടെ കലവറയാണിവിടം. ജനവാസമില്ലാത്ത ഈ വനമേഖലയിൽ അപൂർവമായ സസ്യലതാദികൾ കാണാം. ശാന്തമായ അന്തരീക്ഷം. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് മരങ്ങളുടെ തണലിലൂടെയും പുഴയുടെ ഓരത്തുകൂടിയും നടക്കുന്നത് മനസ്സിന് വലിയ സമാധാനം നൽകുന്നു. സന്ദർശകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സമയം പൊതുവെ രാവിലെ പകൽ 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് മുതൽ വൈകുന്നേരം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ് വരെയാണ് പ്രവേശന സമയം. സീസൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്ത് പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശനം അനുവദിക്കാറില്ല. അതിനാൽ യാത്രയ്ക്ക് മുൻപ് പ്രവേശനമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. ഒരു സംരക്ഷിത വനമേഖലയായതിനാൽ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലുകളും കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. പാസ്. വനം വകുപ്പിന്റെ പാസ് എടുത്തുവേണം ദ്വീപിലേക്ക് പ്രവേശിക്കാൻ. ഒരു ദിവസം നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ പ്രവേശനം നൽകാറുള്ളൂ. വയനാടിന്റെ ശ്വാസകോശം എന്ന് വിളിക്കാവുന്ന കുറുവ ദ്വീപ് പ്രകൃതിയുമായി ഇഴുകിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരിടമാണ്. വയനാടിന്റെ പച്ചപ്പിലെ ഏറ്റവും സുന്ദരമായ അധ്യായമാണ് കുറുവ ദ്വീപ്. കബനി നദിയിലെ ഒരു വലിയ ഡെൽറ്റ രൂപീകരണമായ ഈ ദ്വീപ് സമുച്ചയം വനവും നദിയും തമ്മിലുള്ള അപൂർവമായ ഇഴചേരലിന് ഉത്തമ ഉദാഹരണമാണ്. നിഗൂഢതകൾ ഒളിപ്പിച്ച കാട്. കുറുവയിലെ കാട് സാധാരണ കാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ കാട് പച്ചപ്പിന്റെ ഒരു പുതപ്പ് പോലെ ദ്വീപിനെ പൊതിഞ്ഞു നിൽക്കുന്നു. നിത്യഹരിത വനം. വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന പച്ചപ്പാണ് ഇവിടുത്തെ പ്രത്യേകത. അപൂർവ ഇനം സസ്യങ്ങളും ഓർക്കിഡുകളും ഔഷധസസ്യങ്ങളും ഇവിടെ സമൃദ്ധമായി വളരുന്നു. മുളങ്കാടുകളുടെ സാമ്രാജ്യം. കുറുവയിലെ ഏറ്റവും വലിയ ആകർഷണം അവിടുത്തെ മുളങ്കാടുകളാണ്. മുളകൾ പരസ്പരം ചാഞ്ഞ് ഒരു പ്രകൃതിദത്തമായ പന്തൽ. ഇത് വെയിലിനെ തടഞ്ഞു നിർത്തുന്നതിനാൽ പകൽ സമയത്ത് പോലും വനത്തിനുള്ളിൽ കുളിർമയുള്ള അന്തരീക്ഷമായിരിക്കും. ജൈവവൈവിധ്യം. പലതരം ചിത്രശലഭങ്ങൾ, അപൂർവ ഇനം പക്ഷികൾ, വന്യമൃഗങ്ങൾ എന്നിവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണിത്. ഓരോ കാൽവെപ്പിലും പ്രകൃതിയുടെ ഒരു പുതിയ കാഴ്ച ഇവിടെ കാണാം. തഴുകിയൊഴുകുന്ന കബനി നദി. കുറുവയുടെ ജീവനാഡിയാണ് കബനി. കർണാടകയിലേക്ക് ഒഴുകുന്ന ഈ നദി ദ്വീപിനെ പല ചെറുകഷ്ണങ്ങളായി വേർതിരിക്കുകയും അതേസമയം ഒന്നിച്ചു ചേർക്കുകയും ചെയ്യുന്നു. കബനിയുടെ കൈവഴികൾ ഈ ദ്വീപിലൂടെ വളഞ്ഞുപുളഞ്ഞ് ഒഴുകുന്നു. കല്ലുകൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന ഈ തെളിനീർ പ്രവാഹം ശാന്തവും അതേസമയം പ്രകൃതിദത്തമായ സംഗീതം പൊഴിക്കുന്നതുമാണ്. മിക്കവാറും സമയങ്ങളിൽ ശാന്തമായി ഒഴുകുന്ന നദി മഴക്കാലത്ത് രൗദ്രഭാവം പൂണ്ട് ദ്വീപിനെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കാറുണ്ട്. നദിയുടെ നടുവിലുള്ള ചെറിയ തുരുത്തുകൾ വെള്ളത്തിനടിയിലാകുന്നത് കാണാൻ അതിമനോഹരമാണ്. സന്ദർശകർ ശ്രദ്ധിക്കാൻ. പ്രകൃതിയുടെ ഈ വരദാനം നശിക്കാതിരിക്കാൻ പ്ലാസ്റ്റിക് നിരോധനം ഉൾപ്പെടെയുള്ള കർശനമായ നിയന്ത്രണങ്ങൾ അവിടെയുണ്ട്. കാടിന്റെ ശാന്തത കളയാതെ നദിയെയും മരങ്ങളെയും അറിഞ്ഞുള്ള യാത്രയാണ് കുറുവ നിങ്ങൾക്ക് നൽകുന്നത്. വെറുമൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല കുറുവ, മറിച്ച് ഭൂമി അതിന്റെ ശുദ്ധമായ പച്ചപ്പും വെള്ളവും എങ്ങനെ സൂക്ഷിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ്.
കുറുവദ്വീപിൽ വെള്ളം കുറയുന്ന സമയം, പ്രത്യേകിച്ച് വേനൽക്കാലത്തിന്റെ തുടക്കം മുതൽ ഫെബ്രുവരി മുതൽ മെയ് വരെ, ദ്വീപിന് തികച്ചും വ്യത്യസ്തമായൊരു ഭാവമാണ് നൽകുന്നത്. വെള്ളം സമൃദ്ധമായിരിക്കുന്ന മഴക്കാലത്തെ അപേക്ഷിച്ച് ഈ സമയത്ത് പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകൾ തെളിഞ്ഞുകാണുന്ന പാറക്കെട്ടുകളും മണൽത്തിട്ടുകളും. വെള്ളം കുറയുമ്പോൾ കബനി നദിയുടെ അടിത്തട്ടിലെ ഭംഗി പൂർണ്ണമായും പുറത്തുവരും. മഴക്കാലത്ത് ഒളിഞ്ഞിരിക്കുന്ന വലിപ്പമേറിയ കരിമ്പാറകളും മിനുസമേറിയ ഉരുളൻ കല്ലുകളും വെയിലിൽ തിളങ്ങി നിൽക്കുന്നത് കാണാം. പലയിടങ്ങളിലും ചെറിയ മണൽത്തിട്ടുകൾ രൂപപ്പെടും. ഇത് സഞ്ചാരികൾക്ക് പുഴയുടെ നടുവിലേക്ക് നടന്നുപോകാൻ സൗകര്യമൊരുക്കുന്നു. നദിയിലെ വേരുകളുടെ വിസ്മയം. കുറുവയിലെ ഏറ്റവും വലിയ പ്രത്യേകത നദിക്കരയിലെ മരങ്ങളുടെ വേരുകളാണ്. വെള്ളം താഴുമ്പോൾ ഈ കൂറ്റൻ മരങ്ങളുടെ വേരുകൾ വെള്ളത്തിനു മുകളിലായി പിണഞ്ഞുകിടക്കുന്നത് കാണാം. വെള്ളത്തിനടിയിൽ വർഷങ്ങളോളം കിടന്നിട്ടും ഉറപ്പോടെ നിൽക്കുന്ന ഈ വേരുകളുടെ ശൃംഖല ഒരു അത്ഭുത കാഴ്ചയാണ്. ആഴം കുറഞ്ഞ തെളിനീർ പ്രവാഹം. വെള്ളം കുറവാണെങ്കിലും ഒഴുക്ക് പൂർണ്ണമായും നിലയ്ക്കില്ല. നദിയിലെ വെള്ളം കുടിച്ചാൽ തീരുന്ന ദാഹം പോലെ, സ്ഫടികം പോലെ സുതാര്യമായിരിക്കും. അടിത്തട്ടിലെ മീനുകളെയും കല്ലുകളെയും വ്യക്തമായി കാണാൻ സാധിക്കും. അപകടസാധ്യത കുറവായതിനാൽ വനംവകുപ്പിന്റെ അനുമതിയുള്ള ഇടങ്ങളിൽ നദിയിലിറങ്ങി നിൽക്കാനും പാദങ്ങൾ നനയ്ക്കാനും ഈ സമയം കൂടുതൽ സൗകര്യപ്രദമാണ്. വയനാടൻ കാടുകളിൽ ജലസ്രോതസ്സുകൾ കുറയുമ്പോൾ പക്ഷികളും മറ്റു ചെറിയ ജീവികളും വെള്ളം കുടിക്കാനായി കുറുവയുടെ തീരങ്ങളിലേക്ക് കൂടുതൽ എത്താറുണ്ട്. അതുകൊണ്ടുതന്നെ നിശബ്ദമായിരുന്നാൽ അപൂർവമായ പല പക്ഷികളെയും കാണാൻ ഈ സമയം അനുകൂലമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം: വേനൽക്കാലത്ത് കടുത്ത വെയിൽ കാരണം ദ്വീപിനുള്ളിലെ ഈർപ്പം കുറയാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അവിടുത്തെ ഇടതൂർന്ന മുളങ്കാടുകൾ ഒരു പരിധിവരെ കുളിർമ നിലനിർത്തും. ചില സമയങ്ങളിൽ കടുത്ത വേനൽ കാരണം തീപിടുത്ത സാധ്യത കണക്കിലെടുത്ത് വനം വകുപ്പ് സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. ഇനി നമ്മൾ ഈ വനത്തിന്റെ ഹൃദയത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. പുറത്തെ ലോകത്തെ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി പ്രകൃതി അതിന്റെ മനോഹാരിത മുഴുവൻ കാത്തുസൂക്ഷിച്ചിരിക്കുന്ന ഒരിടം. അവ കാറ്റിലാടുമ്പോൾ ഉണ്ടാകുന്ന ആ മർമ്മരം ഒരു പ്രകൃതി സംഗീതം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഓരോ ചുവടിലും നനവാർന്ന മണ്ണിന്റെയും വനപുഷ്പങ്ങളുടെയും ആ വന്യമായ സുഗന്ധം ശ്വസിക്കാം. മരങ്ങളുടെ ഇടയിലൂടെയുള്ള ഇടുങ്ങിയ നടപ്പാതകൾ. ഇവിടെ ആകാശത്തെപ്പോലും മരങ്ങൾ മറച്ചുപിടിച്ചിരിക്കുകയാണ്. ആ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ വെയിൽത്തുണ്ടുകൾ താഴെ വീണുകിടക്കുന്നത് കാടിന്റെ തറയിൽ വിരിച്ച മനോഹരമായ ഒരു ചിത്രം പോലെ തോന്നിക്കുന്നില്ലേ? ഈ വഴിയിലൂടെ വെറുതെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു നിശബ്ദതയുണ്ട്. അത് നമ്മളെ ഉള്ളിൽ നിന്ന് പുതുക്കിപ്പണിയുന്ന ഒന്നാണ്. കാടിന്റെ നിശബ്ദതയിലേക്കുള്ള ലോങ് ഷോട്ട്. ഈ നിശബ്ദതയ്ക്കുമുണ്ട് 1000 കഥകൾ പറയാൻ. കുറുവയുടെ ഈ പച്ചപ്പിൽ അലിഞ്ഞു ചേർന്ന് നമുക്ക് ഈ യാത്ര തുടരാം. വയനാട്ടിലെ വെണ്ണക്കല്ലുപോലെ മിനുസമുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന കബനി നദിയുടെ മാറിൽ ഒരു പച്ചപ്പട്ടു വിരിച്ചതുപോലെയാണ് കുറുവാദ്വീപ്. കബനിയുടെ ഹൃദയമിടിപ്പ് കുറുവാദ്വീപ്. നിശബ്ദതയെ കീറിമുറിക്കുന്ന പക്ഷികളുടെ പാട്ടും പാറക്കൂട്ടങ്ങളിൽ തട്ടിത്തെറിക്കുന്ന വെള്ളത്തിന്റെ സംഗീതവുമാണ് കുറുവാദ്വീപിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. പ്രകൃതി അതിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി ഇവിടെ വിരുന്നൊരുക്കിയിരിക്കുന്നു. നിഗൂഢമായ കാടിന്റെ പച്ചപ്പ്. സാധാരണ കാടുകളിൽ നിന്നും വ്യത്യസ്തമായി നദിക്ക് നടുവിൽ രൂപപ്പെട്ട ഒരു പച്ചത്തുരുത്താണിത്. തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മരങ്ങളും വഴിയിലുടനീളം പടർന്നു പന്തലിച്ചു കിടക്കുന്ന വള്ളിച്ചെടികളും ഒരു മാന്ത്രിക ലോകത്തെ അനുസ്മരിപ്പിക്കും. അപൂർവ ഇനം സസ്യങ്ങളും മുളങ്കാടുകളും ഈ ദ്വീപിനെ ഒരു പ്രകൃതിദത്ത കോട്ട പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. കാടിനുള്ളിലെ തണലിലൂടെ നടക്കുമ്പോൾ അനുഭവപ്പെടുന്ന തണുത്ത കാറ്റിൽ മണ്ണിലെ നനവിന്റെയും വന്യപുഷ്പങ്ങളുടെയും ഗന്ധമുണ്ട്. പാറക്കൂട്ടങ്ങളും കബനിയുടെ തെളിനീരും. കുറുവാദ്വീപിന്റെ യഥാർത്ഥ സൗന്ദര്യം അവിടുത്തെ പാറക്കൂട്ടങ്ങളാണ്. നൂറ്റാണ്ടുകളായി വെള്ളം തഴുകി മിനുസപ്പെടുത്തിയ കറുത്ത വലിയ പാറക്കല്ലുകൾ നദിയിലുടനീളം ചിതറിക്കിടക്കുന്നു. ചിലയിടങ്ങളിൽ ഈ പാറകൾക്ക് മുകളിലൂടെ നടന്ന് നമുക്ക് അക്കരെയെത്താം. ഈ പാറകൾക്കിടയിലൂടെ പളുങ്കുപോലെ തെളിഞ്ഞ വെള്ളം കുതിച്ചൊഴുകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നദിയുടെ ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ പാറകളിൽ ഇരുന്നുകൊണ്ട് കാലുകൾ വെള്ളത്തിൽ മുക്കിവെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം വാക്കുകൾക്കപ്പുറമാണ്. മുളത്തോണിയിലെ യാത്ര. കരയിൽ നിന്നും ദ്വീപിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമാണ്. മുളകൾ കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിൽ റാഫ്റ്റിംഗ് കബനിയിലൂടെ മെല്ലെ നീങ്ങുമ്പോൾ ഇരുവശത്തുമുള്ള കാട് വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കാഴ്ച ക്യാമറക്കണ്ണുകൾക്ക് വലിയൊരു വിരുന്നാണ്. ചുരുക്കത്തിൽ തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്നും ഒളിപ്പോടി വരാൻ പറ്റിയ ഒരിടം. കാടിന്റെ വന്യതയും വെള്ളത്തിന്റെ തണുപ്പും പാറക്കൂട്ടങ്ങളുടെ കരുത്തും ഒന്നുചേരുന്ന കുറുവാദ്വീപ് ഓരോ സഞ്ചാരിയും ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട ഒരു പ്രകൃതി വിസ്മയമാണ്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ കാണാനായി സമയം കണ്ടെത്തിയതിന് നന്ദി. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.